1 kg കപ്പ ഇതുപോലെ കഴുകി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ടൊന്ന് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. 2 വിസിലൊക്കെ വന്നപ്പോഴേക്കും ഇത് കുക്കായി കിട്ടി. അതിനുശേഷം അതിൽ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഇതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. കുറച്ച് പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ആ മസാലയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. കടായി ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വഴറ്റിയെടുക്കുകയാണെങ്കിൽ പാൽ കപ്പയ്ക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. ഇതങ്ങനെ വേണമെങ്കിലും ഇടാം കേട്ടോ, കുഴപ്പമില്ല. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. കപ്പയും മീനും അതുപോലെ കപ്പയും ബീഫും ഒക്കെ പോലെ തന്നെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിൻ്റെ എല്ലാം കൂടെ പാൽക്കപ്പ വളരെ ടേസ്റ്റ് ആയിട്ട് തന്നെ എല്ലാവർക്കും കഴിക്കാം. ഇതുപോലെ പാകം ആയി കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ഈ മസാല എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു തേങ്ങയുടെ പാല് ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കണം. പോരായി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് കുറുകി ഇതുപോലെ വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് താളിച്ചൊഴിക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. കുറച്ച് വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് താളിച്ചത് നമ്മൾ കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. ചിക്കൻ കറിയുടെ കൂടെയും മീൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്നുള്ളൊരു വിശ്വാസത്തോടെ താങ്ക് യു.